ഭംഗിയുള്ള കാഴ്ചയാണ്. അവിടെ ഇവർക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടേ നിൽക്കുന്ന കുലിക്കാണ്. ഈ മരത്തിൻ്റെ കളർ ശ്രീലങ്കയിലുണ്ട് തരെ. ഇതാണ് അവിടെയാണ് പ്രവേശനം. ഇവിടെ 900 പ്രവേശനത്തിന്. പിന്നെ ആ കിളികൾക്ക് തിന്നാൻ കൊടുക്കാൻ ഉള്ളിലേക്ക് പോകുന്നെങ്കിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക 1000 രൂപയാണ്. അപ്പുറത്തുള്ള മരം കണ്ടില്ലേ, ഒരു പ്രത്യേക കളറാണ് ഇത്. ശ്രീലങ്കയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് പച്ച നിറമുണ്ട്. ഇത് എന്ത് കളറുണ്ട് അറിയില്ല. നാട്ടിലുള്ള താറാവ് പോലെയാണ് നമ്മൾ വീട്ടിലും വളർത്തുന്ന അവരുടെ പോലെ കൂട്ടാണ്. ഇവർ മുട്ടയിട്ട് അടർന്ന് കുട്ടികളുണ്ടാക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. വെള്ളം കണ്ടില്ലേ. ഇവർക്ക് തിന്നാനുള്ള മീൻ ഇവിടെ വളർത്തി ഇഷ്ടം പോലെ ഒലിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സുഖജീവിതമാണ്. എന്ത് മരമുണ്ട് അറിയില്ല. നല്ല ഭംഗിയുള്ള വലിയ ഇലയുള്ള മരമാണ്. ഇതിലെന്തോ കായ ഉണ്ടാവുന്നുണ്ട്. ആ കായാണ് ഇവിടെ അവിടെയൊക്കെ ഇത് ഒലിക്ക വന്നിട്ടുള്ളത്. ഇത് സംഭവം നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. ആ കൂടുതൽ താറാവും ഉണ്ട്. എന്തൊരു മരം നല്ല ഇങ്ങനത്തെ കാട്ടുചെടിയിലൊക്കെ മരങ്ങളൊക്കെ നല്ലോണം ഇവിടെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ബാത്റൂം സർവീസ്, തണുക്കാനായിരിക്കും ചെടിയിൽ വെള്ളമുണ്ട്. ഇത് സ്ഥിതി ചെയ്തിട്ടുള്ളത് നല്ല രസമുള്ള സ്ഥലത്തിലാണ്. ഇവിടെ ഒരു വെള്ള തടാകമാണ്. അവിടെ ഉണ്ടായിരുന്നു, പുറത്തിലുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ശ്രീലങ്കയിൽ നല്ലോണം ഉണ്ട്. ഇവർ നമ്മുടെ നാട്ടിലുള്ള താറാവിടെ പോലെയാണ് ഇവരൊക്കെ. താമര അല്ല ഇത്. ഇവിടെ പക്ഷിയുടെ ഉണ്ടെന്താ തോന്നുന്നു. നല്ല രസമുണ്ട്. ഇങ്ങനെ മരവും വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന ലവ് ബേർഡ്സ് വളർത്താൻ നല്ല രസമുണ്ടാവും. 100 കണക്കിന് ഉണ്ടെന്താ തോന്നുന്നു ഇതിൽ. ദൂരെയായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. വലിയത് അവിടെ വലിയൊരു മരമുണ്ട്. അങ്ങോട്ടും പോകുന്നുണ്ട്. ശബ്ദം വെക്കുന്നുണ്ട്. ഒരു കറുത്തതുമുണ്ട്. വെള്ളത്തിൽ നീങ്ങി വരും. നമ്മൾ ഫോട്ടോയിലാണ് നമുക്ക് ഇവരുടെ കെട്ടുന്ന ചിലപ്പോഴും. ഇപ്പോൾ ഇത് കണ്ട ഇവിടെ അടുത്തെങ്കിലും നല്ല രസമായിരിക്കും. ഇങ്ങോട്ട് വരട്ടെ. लोकू कोरेल मे लोक गिलाना पुलवाने उंटागತ್ತೆ ಬೇರೆ നല്ല രസമുണ്ട് കാണാൻ. മാഷാ അല്ലാ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കുക. ഓപ്പണായിട്ട് നല്ലൊരു കോലം. കുറേ മീൻ ഉണ്ടിട്ടാ, നിറയെ മീനുണ്ട്. പറഞ്ഞാൽ ഇവർക്ക് തിന്നാൻ ഇത് കണ്ടില്ലേ, ഇവർക്ക് തിന്നാൻ അത്യാവശ്യത്തെ മീൻ ഇതിൽ വളർത്തുകൊണ്ടാ തോന്നുന്നു. അവിടെ വല കെട്ടിയിട്ടുണ്ട്. അവിടെ നല്ല മീൻ വളർത്തി ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് തോന്നുന്നു. കണ്ട മീനാണ്, ഇഷ്ടംപോലെ മീനാണ് ഇവിടെ. ഇത്തരം താറാവുണ്ട് പറഞ്ഞാൽ ഇത് എന്താ പേരെന്ന് നോക്കാം. വലിയ തരം
വാത്താണ്ട് പറയുന്ന സാധനങ്ങളാണ്. അവിടെ ദൂരെ കുറേ ഉണ്ട്. ഇവർക്ക് തിന്നാനുള്ളതും ഇതിൽ മീൻ വളർത്തി ഇടുന്നു. കൂടുതലും ഉണ്ട്. അത്യാവശ്യത്തിന് മുട്ടകളും ഇടുമായിരിക്കും. അരിക്കല് കൂടുതലും ഉണ്ട്. കുളിക്കണം. ഈ ചൂട് രാജ്യത്തിൽ നല്ല ഉണ്ടാവുന്ന കാട്ടുമരങ്ങളുണ്ട്. അതിൽ ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഈ കദരാസിപ്പൂ ഇത് ഇവിടെ നല്ലോണം ഉണ്ടാവും ചെയ്യും. ഇത് കണ്ട നല്ലൊരു ഭംഗിയാണ്. ഈ ചൂട് കാരണമാണ് ഇവിടെ ഇതുണ്ടാവുന്നത്. ഈ ഒറ്റ സാധനമേ ഉള്ളൂ ഇതില്ലേ നമ്മൾ എവിടെ പറയുക. ഇത് കാണില്ലേ വേലാമ്പലുണ്ട് പറയുന്ന നമ്മുടെ നാട്ടിലെ. ഇതാണ് ദേശീയ പക്ഷി നമ്മുടെ കേരളം. ഇത് ഇവിടെ ഈ രാജ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുമരം നല്ല മുള്ളും ഉണ്ട്. കുത്തിനാലേ ഇഞ്ചക്ഷൻ കുത്തിന പോലെ ഉണ്ടാവും. എത്ര ഇങ്ങനെ ഉണ്ടായിട്ടില്ല കണ്ട. ഇതെല്ലാം ശ്രീലങ്കയിലെ കാട്ടുമരങ്ങളാണ്. ഇതൊക്കെ തേനീച്ചക്ക് ഇത് എവിടെ വന്നാലും വെള്ളമോ കല്ലും അത് കുറവില്ല ഈ കാട്ടുമരങ്ങൾ. ഇവിടെ തൊട്ടടുത്ത് നല്ല വെള്ളം ഒരു തടാകമുണ്ട്, വലുതാണ്. ഇത് ഇപ്പം മഴക്കാലമല്ല, എന്നാലും മഴക്കാലം അതിനകത്ത് നല്ല ഫുള്ളാവുമായിരിക്കും. അപ്പോൾ ഇവിടേക്ക് ഒരു ഉപകാരമാണത്. നല്ല ഭംഗിയുള്ള സംവിധാനത്തിലാണ് പക്ഷികൾക്ക് ഇവിടെ കൂടുതൽ കുറച്ചാണ് എടുക്കുന്നത്. കുറേ കലങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇത് നിറയെ കലമാണ്. മുട്ട ഇടാൻ വേണ്ടിയിട്ടായിരിക്കും. എല്ലാം ലവ് ബേർഡ്സ്. മരത്തേക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ഈ ചൂട് രാജ്യത്തിൽ ഉണ്ടാകുന്ന ഒത്തരം ചെറിയ ഫലം ഉണ്ടാകുന്ന ഒരു മരമാണ്, കാട് പോലെ. അത് പെട്ടെന്ന് ഉണങ്ങിയും പോവില്ല, കണ്ട കാലം നിൽക്കും. അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്തരം മയിൽ ഇവിടെ ആക്കി വെച്ചുണ്ട്. എല്ലാവരും പക്ഷികളാണ്, എല്ലാ പക്ഷികളും. ഇവിടെ മുറുങ്ങകൾക്കൊക്കെ തിന്നാൻ കൂടി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കുറേ ചോളമുണ്ട് ഈ ബക്കറ്റിലൊക്കെ. കബഡ് നിറയെ പഴമുണ്ട്. ഇവർ ഓപ്പണിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇവർ നമ്മൾ കണ്ടിട്ടില്ലാത്ത കൂട്ടങ്ങളാണ്. അതെനിക്ക് വലിയൊരു മയിലിൻ്റെ പോലെ ഒരു സംഭവമാണല്ലോ, കണ്ടിട്ടില്ല. ഇവരുടെ പേര് വായിച്ച് നോക്കാം. ഇവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്. ഫെസ്ബറ ഓട്രിച്ച് ഭയങ്കര വലിയ ആൾക്കാരാണ്. അവർ ഒരു കൂട്ടിലെ നല്ല വലുതുള്ളത് അങ്ങോട്ട് ദൂരെ കൂട്ടിലാക്കി വെച്ചുണ്ട്. നല്ല ഉയരമുണ്ട്, കണ്ടില്ലേ?
നല്ല ഉയരം വലിപ്പമുള്ളതാണ്. നല്ല വലുതാണ് ഇവർ. അപ്പുറത്ത് നല്ല വലുത് ആനക്കുട്ടിയേക്കാണ് വലുതുണ്ട്. ആനയുടെ അത്രയ്ക്കുള്ള പോലെ ഉള്ളവരുമുണ്ട് അപ്പുറത്ത്. അങ്ങോട്ട് പോയി കാണിക്കാം. മാഷാ അല്ലാ, എന്താ ഇല്ലേ. ശ്രീലങ്കൻ ജാതിയിലുണ്ട് അറിയില്ല. മുഖം എല്ലാം അടച്ച് പൂട്ടി ഇല്ല. കുറച്ച് മുസ്ലിങ്ങളാണ്. നല്ല വെളുത്ത് എവിടുത്തെ ഉള്ളവരുണ്ട് അറിയില്ല. ഈ പക്ഷികൾക്ക് വെള്ളം വന്നിട്ട് കൊക്കുണ്ടോ തോന്നുന്നു വലിയ. ഇവർക്ക് മേലെയാലെ വെള്ളം വീശിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ തന്നെ ഇവർക്ക് അങ്ങനെ വെള്ളം വേണമായിരിക്കും. പിന്നെ ഇപ്പോൾ ഇവർക്കൊക്കെ നല്ല ഫുഡ്, നല്ല അവരുടെ തീറ്റൊക്കെ കൊന്നിടുമായിരിക്കും. ഇപ്പോൾ ഒന്നും കഴിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ ഇട്ട് കൊടുക്കുമായിരിക്കും. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് 30,000 ഇവിടുത്തെ ശമ്പളം ഉണ്ട് തരേ എന്താ പറഞ്ഞു. ഇവരിവിടെ പണി ചെയ്യുന്ന പെണ്ണാണ്. അവരുടെ അടുത്ത് ചോദിച്ചോന്നെ പറഞ്ഞത്. കുടിക്കുന്ന വെള്ളമാണ്, കുടിക്കാൻ മാത്രമാണ്. ഇങ്ങനെ വണ്ടിയുമുണ്ട്. നടക്കാണ്ട് ഇതിൽ തന്നെ പൈസ കൊടുത്ത് മൊത്തം ചുറ്റിക്കറങ്ങുക. കണ്ടില്ലേ, ഇങ്ങനെയുമുണ്ട്. ഞാൻ വിചാരിച്ച് പക്ഷികൾക്ക് മുട്ട ഇടാനുണ്ട്. മറുത്തുപോലൊക്കെ കലം കെട്ടി വെച്ചുണ്ട്. അല്ലാത്തരെ അത് തേനീച്ചക്ക് തരെ തേനീച്ച. ഇതാണ് നമുക്ക് ബാത്റൂം സർവീസിലാണ്. എത്ര ഭംഗിയായിട്ടാണ് ഉള്ളത്. നല്ല രസമുള്ള കാഴ്ചകളാണ്. മരങ്ങളിൽ നല്ല ഭംഗിയില്ല. മറുത്തുപോലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പാത്രങ്ങളിലൊക്കെ പക്ഷികൾക്ക് മുട്ട ഇടാനായിരിക്കും.